സാധാരണയായിട്ട് മാസാവസാനം ആകുമ്പോൾ ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ നമുക്ക് വരാറുണ്ട്. ഇതിൽ പലതും നമ്മൾ 5000-ഓ 10,000-ഓ വെച്ച് പർച്ചേസ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ 100-ഓ 200-ഓ ഒക്കെ വെച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ മന്ത് ആകുമ്പോൾ ഇത്രയും വലിയൊരു തുകയായിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലുകൾ വരുന്നത്. ഒറ്റയടിക്ക് ബില്ല് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല എവിടെയൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതെന്നുള്ളത്. അത്രത്തോളം ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ അതിനകത്തുണ്ടാവും. മണി മാനേജ്മെൻറ്റ് കാര്യം പറയുമ്പോൾ ഇന്ന് നിങ്ങളിൽ പലർക്കും 50,000 അല്ലെങ്കിൽ 75,000 ഒക്കെ സാലറി ഉണ്ടായിട്ടും ഒരു സാലറി കിട്ടി അടുത്ത സാലറി വരുന്ന സമയം വരെ മാത്രം തട്ടിയും മുട്ടിയും പോകാനായിട്ടുള്ള പൈസ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അച്ഛന്മാർ നമ്മളെക്കാളൊക്കെ ചിലപ്പോൾ വളരെ കുറഞ്ഞ സാലറി ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നിരിക്കുക. പക്ഷേ ആ സാലറി വെച്ച് അദ്ദേഹം ഒരു വീട് വെച്ചു, നമ്മളെയൊക്കെ വളർത്തി, നമ്മളെയൊക്കെ പഠിപ്പിച്ചു, സഹോദരിമാരുണ്ട് അവരുടെ വിവാഹം നടത്തി, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നടത്തി. ഇതൊക്കെ ആ ചെറിയൊരു സാലറി വെച്ച് എങ്ങനെ അദ്ദേഹം നടത്തിക്കൊണ്ടുപോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊക്കെ പല കാരണങ്ങളാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടൈമിൽ ലോവർ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ല. ഇന്ന് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് പരസ്യം, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പരസ്യം, യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പരസ്യം. ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകളുമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള അത്രത്തോളം ഈസി ആയിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ അച്ഛൻ്റെയൊക്കെ ടൈമിൽ അവർക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഫിസിക്കലി അവർക്കൊരു കടയിൽ പോയി നോക്കി പൈസ ഫിസിക്കലി കൊടുത്തായിരുന്നു അവർക്കൊരു സാധനം വാങ്ങിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തെ സമയത്ത് നമുക്ക് ഒരു ഫിംഗർ സ്നാപ്പിൻ്റെ ടൈമിൽ നമുക്കൊരു സാധനം വാങ്ങിക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനിൽ ഒരു കാര്യം കാണുന്നു, അപ്പോൾ തന്നെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, ചെക്കൗട്ട് ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ആവുന്നു. അപ്പോൾ നമുക്ക് അത് ആവശ്യമുള്ളതാണോ ഇല്ലേ എന്ന് ചിന്തിക്കാനുള്ളൊരു സ്പേസ് പോലും നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഡിജിറ്റൽ മണി മെട്രിക്സിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാം, നമ്മുടെ സാലറി എത്ര കുറവായാലും അതിൽ നിന്ന് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കാം, നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ കൂടുതൽ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സേവിങ്സ് ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ അംശമായിട്ടൊരു തുക നമ്മുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ SIP ആയിട്ട് നമുക്ക് കിട്ടുന്ന മാസ ശമ്പളത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ച് അതിനുശേഷമുള്ള തുക മാത്രം ചിലവഴിക്കുക. നിങ്ങൾക്ക് എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്സിലാകാം, മ്യൂച്വൽ ഫണ്ട്സിലാവാം. ഇനി അതുമല്ലെങ്കിൽ നിക്ഷേപിച്ച പണം ഒരിക്കലും കുറയരുത് എന്ന് നിർബന്ധമുള്ളവർക്ക്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള NFOകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് പുതിയൊരു ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് സ്മോൾ ക്യാപ് 250 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ട്. ഇതിന്റെ NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. ജനുവരി 31 വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ NFO ഇൻഡെക്സ് ആയിട്ടുള്ള സ്മോൾ ക്യാപ് 250 മൊമെന്റം ക്വാളിറ്റി 100 ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 32.6%, 22%. കൃത്യമായി പറയുകയാണെങ്കിൽ 2014 നിങ്ങൾ ഈ ഫണ്ട് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 2024 ആകുമ്പോഴേക്കും അത് 7,30,000 രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും. ഇതുകൂടാതെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ 10 മടങ്ങ് ലൈഫ് കവറും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു SIP നിങ്ങൾക്ക് തുടങ്ങാം. അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പൈസ മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ മണി മെട്രിക്സിന്റെ കാര്യം, അതായത് ഓരോ സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ കൂടി അതിൻ്റെ പരസ്യം സ്ഥിരമായിട്ട് കാണുമ്പോൾ നമുക്കത് വേണമെന്നൊരു തോന്നലുണ്ടാകുകയും അത് വാങ്ങിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമോ, ഇങ്ങനെ ഒരു പരസ്യം കണ്ടു ആ സാധനം വാങ്ങിക്കണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞ പോലെ വാങ്ങിക്കാൻ വളരെയധികം എളുപ്പമാണ്. സെക്കൻഡ് കൊണ്ട് നമുക്ക് UPI പേയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുത്തോ ഓർഡർ പ്ലേസ് ചെയ്യാം. പക്ഷേ ഒന്ന് പോസ് ചെയ്യാം. നിങ്ങൾക്ക് ആ വാങ്ങിക്കണം എന്ന് തോന്നുന്ന സാധനം നിങ്ങളുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഒരു 4 ദിവസം അതവിടെ ഹോൾഡ് ചെയ്യുക. ഈ 4 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് വാങ്ങിക്കണം എന്ന് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം അത് വാങ്ങിക്കുക. അല്ലാതെ ഇമ്പൾസീവായിട്ടുള്ള ബൈയിങ് ഒഴിവാക്കുക. അതാണ് അടുത്ത പോയിന്റ്, ഇമ്പൾസീവ് ബൈയിങ്. നമ്മൾ ഒരിക്കലും ഇമ്പൾസീവായിട്ടൊരു കാര്യം കണ്ട് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് വാങ്ങിക്കാതിരിക്കുക. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമുക്കൊരു കാര്യം കണ്ടു,
പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചു. അത് കഴിഞ്ഞ് കടയിൽ പോയിട്ട് വേണം അത് വാങ്ങിക്കാൻ. ചിലപ്പോൾ കടയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തോന്നുമോ ഇത് ആവശ്യമില്ല, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാൻ തോന്നും. കാരണം കടയിലൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് കണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കും. പക്ഷേ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഇത്ര എളുപ്പമായപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒട്ടും ആലോചിക്കാതെ എടുത്ത് ചാടിയത് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇമ്പൾസീവ് ബൈയിങ് എന്നുള്ള കാര്യം ഒഴിവാക്കുക. അടുത്ത കാര്യമാണ് നമ്മൾ നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഏറ്റവും വലിയൊരു തെറ്റാണ്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ എക്സ്പെൻസ് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ അതിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെൻസിനെ എങ്ങനെ ട്രാക്ക് ചെയ്യാം? ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആപ്പുകൾ അതിന് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഓരോ ചെറിയ എക്സ്പെൻസ് മേക്ക് ചെയ്യുമ്പോഴും അതിനകത്ത് നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കുക. ഇപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ആപ്പാണ് ഞാൻ എൻ്റെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ക്യാഷ് ബുക്ക് ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ആ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ജനുവരി, ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ മാസത്തെ എക്സ്പെൻസാണ് ഞാൻ ഓരോ ക്യാഷ് ബുക്കായിട്ട് ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മന്തും ആഡ് ചെയ്തിടാം. ഇപ്പോൾ നമ്മൾ ജനുവരി വരെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് പുതിയൊരു ബുക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്, ഫെബ്രുവരി മാസത്തെ ബുക്ക്. അപ്പോൾ ഇതിന് ഞാൻ ഫെബ്രുവരി എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ബുക്ക് എന്നുള്ള ആ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ഫെബ്രുവരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഡ് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നെറ്റ് ബാലൻസ് 0 ആണ്, ടോട്ടൽ ഇൻ 0 ആണ്, ടോട്ടൽ ഔട്ട് 0 ആണ്. ഇവിടെ താഴെ ക്യാഷ് ഇൻ, ക്യാഷ് ഔട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ക്യാഷ് ഔട്ട് എന്നുള്ള പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ഡേറ്റിലാണോ ഈ എൻട്രി ആഡ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും മുകളിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജനുവരി 23 ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനുവരി 23 കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫെബ്രുവരി 1 മുകളിൽ ഫെബ്രുവരി 1 എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നമുക്ക് ഏത് ഡേറ്റിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പം ഡിഫോൾട്ടായിട്ട് നമ്മൾ ഏത് ഡേറ്റിലാണോ എൻട്രി ആഡ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അപ്പം തന്നെ ഈ ബുക്കിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ 1000 രൂപയുടെ ട്രാൻസാക്ഷൻ ചെയ്യുകയാണ്. 1000 രൂപ നമ്മൾ പെട്രോളിനാണ് ഉപയോഗിച്ചത്. അപ്പോൾ റിമാർക്ക് എന്നുള്ള കോളത്തിൽ പെട്രോൾ എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നെറ്റ് ബാലൻസ് -1000 ആണ്. ടോട്ടൽ ഔട്ട് 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. രണ്ടാമതൊരു എൻട്രി കൂടി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 200 രൂപ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ റിമാർക്സ് എന്നുള്ള കോളത്തിൽ വെജിറ്റബിൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ ഔട്ട് 1200 ആയിട്ടുണ്ട്. ഇനി ഒരു 5000 രൂപ ബൈക്കിൻ്റെ EMI നമ്മൾ അടച്ചു. 5000 ടൈപ്പ് ചെയ്യുക. റിമാർക്ക് എന്നുള്ള കോളത്തിൽ EMI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബൈക്ക് EMI എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ ഔട്ട് 6200 രൂപ ആയിട്ടുണ്ട്. ഇനി ഫെബ്രുവരി 8 നമ്മൾ ഒരു പ്രാവശ്യം കൂടെ പെട്രോൾ അടിച്ചെന്ന് വിചാരിക്കുക. അതും 1000 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ പെട്രോൾ അടിച്ചത്. ഫെബ്രുവരി 8 1000 രൂപ പെട്രോൾ. സേവ് ചെയ്യുക. ഇനി നമുക്ക് നോക്കണം ഒരു മാസം പെട്രോളിന് മാത്രമായിട്ട് നമ്മൾ എത്ര രൂപ ചിലവഴിക്കുന്നുണ്ട്, എത്ര രൂപ നമുക്ക് ചിലവാകുന്നുണ്ട് എന്നറിയണമെങ്കിൽ മുകളിൽ കാണുന്ന സെർച്ച് വിൻഡോയിൽ ജസ്റ്റ് പെട്രോൾ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടോട്ടൽ ഔട്ട് ഒരു മാസം പെട്രോളിന് മാത്രമായിട്ട് 2000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അവസാനം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഏതിനാണ് ഇപ്പം നമ്മുടെ ഫുഡ് ഡെലിവറി ആണോ, ഫുഡ് ഓർഡർ ചെയ്യുന്നതാണോ, വെജിറ്റബിൾസ് ആണോ, പെട്രോൾ ആണോ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ ചിലവാകുന്നത്. അത് കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു മാസത്തെ എക്സ്പെൻസുകൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇത് എക്സാമ്പിളായിട്ട് കാണിച്ചത്. എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എൻ്റെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നത്. 90% ആളുകളും അവരവരുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം രൂപ ചിലവഴിച്ചു എന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. അതേസമയം നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് ഇത്രത്തോളം പൈസ ഞാൻ ചിലവഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ UP ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ UP ആപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആയിക്കോട്ടെ, Paytm എന്തായിക്കോട്ടെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് അവസാനത്തെ ഒരു 50 ട്രാൻസാക്ഷൻസ് നിങ്ങൾ എടുത്തു നോക്കുക. അതിനകത്ത് എത്ര ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നോട്ട് എഴുതിയിടുന്ന ആൾക്കാരാണെങ്കിൽ നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നോട്ട് എഴുതിയിടാൻ ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ പല ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് എന്തിനു ചെയ്തു എന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. അതിൽ പലതും 1000 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷൻസും ആയിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ 25,000, 30,000, 50,000 വരെ ആയേക്കാം. ഇത് മാത്രമല്ല ചെറുതെന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയുന്ന ഓരോ എമൗണ്ടും കളക്റ്റീവ്ലി വലിയൊരു എമൗണ്ടായിട്ട് മാറുകയാണ്.
അത് നമ്മുടെ സാലറിയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ പൊട്ടൻഷ്യലി ബാധിക്കുന്ന അത്ര വലുതാണ്. ലെറ്റ് മീ പെയിന്റ് എ പിക്ചർ ഫോർ യു. ഇപ്പോൾ ഒരാളുടെ സാലറി 25,000 ആണെന്നിരിക്കട്ടെ. അയാൾ മാസം 3,500 രൂപ EMI വരുന്ന ഒരു ഫോൺ വാങ്ങി. അപ്പോൾ അയാളുടെ ചിന്ത എന്താണ്? എനിക്ക് 25,000 രൂപ സാലറി ഉണ്ട്, 3,500 രൂപ മാസം കട്ടായി പോയിക്കോളും, അത് കുഴപ്പമില്ലെന്നാണ്. അതിനുശേഷം അയാളൊരു ബൈക്ക് വാങ്ങി. ആ ബൈക്കിൻ്റെ EMI ഏകദേശം 4,000 രൂപയോളം വരും. അപ്പോഴും അയാളുടെ ടോട്ടൽ മൈൻഡിലുള്ള അയാളുടെ സാലറി എന്ന് പറയുന്നത് എൻ്റെ സാലറി 25,000 രൂപയാണെന്നുള്ളതാണ്. പക്ഷേ ഇയാൾ മനസ്സിലാക്കുന്നില്ല, അടുത്ത 2 വർഷത്തേക്ക് ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 21,500 ഉള്ളൂ. കാരണം 3,500 രൂപ ഫോൺ EMI ഓൾറെഡി പോകുന്നുണ്ട്. അപ്പോൾ അയാളുടെ സാലറി 21,500 മാത്രമാണ്. അതിൽ നിന്നാണ് വീണ്ടും ഈ 4,000 രൂപ പോകുന്നത്. അപ്പോൾ ശരിക്കും അയാളുടെ സാലറി ഇപ്പോൾ 17,500 മാത്രമാണ്. അയാൾക്ക് ജീവിതത്തിലുള്ള മറ്റ് ചിലവുകൾക്കെല്ലാം കൂടി ഇപ്പോൾ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 17,500 ഇതുപോലാണ് ഓരോ EMI നമ്മുടെ സാലറിയെയും ഇതിനെയും ബാധിക്കുന്നത്. അപ്പോൾ ഈ സാലറി ഇത്രയേ ഉള്ളൂ എന്ന് ആലോചിക്കാതെ വീണ്ടും പല സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും കാര്യം 3,500 4,000 ഒക്കെയാണ്. പക്ഷേ കളക്റ്റീവ്ലി അയാളുടെ ടോട്ടൽ സാലറി ഇന്ന് 7,500 രൂപ പോയി കഴിഞ്ഞു. അതായത് അയാളുടെ സാലറിയുടെ 30% അവിടെ കഴിഞ്ഞു. ബാക്കി 70% മാത്രമാണ് അയാൾക്കുള്ളത്. അടുത്തൊരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ പുറമെ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ടിരിക്കുകയാണെന്ന്. ആർക്കും ഒരു ക്രെഡിറ്റ് കാർഡ് നേടിയെടുക്കാം എന്നുള്ളൊരു അവസ്ഥയാണ്. ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്നു, ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. മറ്റൊരു സാധനം കാണുന്നു, അത് വാങ്ങിക്കുന്നു, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ നമ്മുടെ സാലറി മുഴുവൻ എടുത്ത് അടച്ചാൽ പോലും ചിലപ്പോൾ തികയാത്ത അത്രത്തോളം ബില്ലായിരിക്കും വരുന്നത്. പിന്നീട് മറ്റൊരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ ഇതിൻ്റെ ബില്ല് അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ പുതിയ ജനറേഷൻ ആദ്യമായിട്ട് കടബാധ്യതയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എനിക്ക് ആദ്യമായിട്ട് ഒരു റെഗുലർ ഇൻകം പോലെ വന്നു തുടങ്ങിയ സമയത്ത്, അതൊരു 5 വർഷം ബാക്കിലാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് റെഗുലറായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് സാധനങ്ങൾ EMI വാങ്ങുമായിരുന്നു. കാരണം എനിക്ക് ഇത്ര ഇൻകം ഉണ്ടല്ലോ, അപ്പോൾ EMI കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറേ സാധനങ്ങൾ EMI വാങ്ങുമായിരുന്നു. അങ്ങനെ വാങ്ങി ഈ EMI മാത്രമായിട്ട് എൻ്റെ സാലറിയുടെ ഒരു 70% പോകാൻ തുടങ്ങി. ബാക്കി എനിക്ക് ചിലവഴിക്കാൻ കിട്ടുന്നത് ഒരു 30% മാത്രമാണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് മറ്റേ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുക, അതിൽ നിന്ന് എടുത്ത് മറ്റേ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അതോടുകൂടിയാണ് ഞാനൊരു തീരുമാനം എടുത്തത്, ഇനി എൻ്റെ ലൈഫിൽ ഞാനൊരു സാധനം EMI വാങ്ങിക്കില്ല. അങ്ങനെ അടുത്തൊരു 1.5 വർഷം കൊണ്ട് ഞാൻ EMI എല്ലാം അടച്ചു തീർത്തു. ചിലതൊക്കെ പ്രീ ക്ലോസ് ചെയ്തു. എൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. ഈ പറയുന്ന ട്രാക്കിംഗ് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു ഈസ് ടു ട്രാക്ക് യുവർ എക്സ്പെൻസസ്. നമ്മുടെ എക്സ്പെൻസസ് കൃത്യമായി ട്രാക്ക് ചെയ്ത് എല്ലാ മാസവും അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എവിടെയൊക്കെയാണ് എത്രയൊക്കെയാണ് നമ്മുടെ പൈസ പോകുന്നത്, എങ്ങോട്ടാണ് കൂടുതൽ പൈസ പോകുന്നത്. അപ്പോൾ ആ ഏരിയയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ല ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നമ്മളെടുത്ത് ചിലവാക്കുമ്പോൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ കൺട്രോൾ ചെയ്യണം നമുക്കൊരു ഐഡിയയും കിട്ടില്ല. അടുത്ത കാര്യമാണ് നമ്മൾ UPI കാര്യം പറഞ്ഞ പോലെ തന്നെ UPI യൂസ് കുറയ്ക്കുക എന്നുള്ളത്. കാര്യം ഡിജിറ്റൽ മണിക്കും ഫിസിക്കൽ മണിക്കും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരേ വാല്യൂ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇതിന് രണ്ടും 2 വാല്യൂ ആണ്. ഇപ്പം നമ്മൾ UPI ഒരു 500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അതേസമയം 500-ന്റെ ഒരു നോട്ട് കയ്യിൽ നിന്ന് എടുത്ത് കടയിലേക്ക് കൊടുത്തു നോക്കും. പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും എനിക്ക് ആർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അയ്യോ, എനിക്കാണെങ്കിൽ ചങ്കു പറയും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെടുന്ന പോലൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതാണ് ഫിസിക്കൽ മണിയുടെ പവറും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കുറേ നാളത്തേക്കെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ മണിയിലേക്ക് മാറുക. അപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ നോട്ടായിട്ട് പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഓവറായിട്ട് വരുന്ന എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം, നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് മാത്രം ക്രെഡിറ്റ് കാർഡിൽ പർച്ചേസ് ചെയ്യുക. അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് മാറ്റി മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇടുക. അങ്ങനെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നൊരു പ്രയോജനം എന്ന് പറയുന്നത് പിന്നീട് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വരുമ്പോൾ നമ്മൾ ഈ മാറ്റിയിട്ടിരിക്കുന്ന പൈസയിൽ നിന്നെടുത്ത് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് മാത്രമേ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. ഇനി അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ആളാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഈ കള്ള് കുടിക്കുക, സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഇതും വലിയ പ്രശ്നങ്ങളാണ്. മറ്റൊരു കാര്യം, ഫിക്സഡ് ആയിട്ട് ഒരു മാസത്തേക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരു മാസം ഞാൻ ഇത്ര രൂപ മാത്രമേ ചിലവഴിക്കൂ. ഇപ്പോൾ 10,000 രൂപ സാലറി ഉള്ള ഒരാളായിക്കോട്ടെ, നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ 8,000 രൂപ മാത്രമേ ഈ മാസം ചിലവഴിക്കൂ. 8,000 രൂപ എനിക്ക് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് ഓട്ടോമേറ്റ് ചെയ്യുക. സാലറി കിട്ടുന്ന അന്നത്തെ ദിവസം തന്നെ അതിൽ നിന്ന് 2,000 രൂപ എടുത്ത് മാറ്റി ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ SIP-ലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ NFO-യിലോ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ബാക്കി 8,000 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 8,000 രൂപയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുള്ളൂ. വാരൻ ബഫറ്റ് പറഞ്ഞ പോലെ ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ്. നമ്മൾ സേവ് ചെയ്തതിന് ശേഷമുള്ള പൈസ മാത്രം ചിലവഴിക്കുക,
അല്ലാതെ പൈസ ആദ്യം ചിലവഴിച്ചിട്ട് ബാക്കിയുള്ളത് സേവ് ചെയ്യാമെന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് ബഡ്ജറ്റ് വെക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം EMI എന്ന് പറയുന്ന ഒരു പരിപാടി മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം വാങ്ങിക്കണമെങ്കിൽ മാക്സിമം അത് ആ പൈസ സേവ് ചെയ്ത് വെച്ച് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റിയിട്ടിട്ട് ആ പൈസ കൊണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. പക്ഷേ കുറച്ച് കാലതാമസം എടുത്തേക്കാം, എന്നാലും EMI എന്നുള്ളത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം EMI എന്ന് പറയുന്നത് നമ്മൾ ഒന്നെടുത്തു, ഒരു EMIക്ക് ഒരു സാധനം എടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു പ്രവണതയുണ്ട് അടുത്തൊരു സാധനം EMIക്ക് എടുക്കാൻ. അങ്ങനെ എടുത്തെടുത്ത് അവസാനം നമ്മുടെ സാലറി കംപ്ലീറ്റ് ഈ EMI കൊണ്ടുപോകുന്നൊരു അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ അത്രത്തോളം കൺട്രോൾഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് EMIയിൽ ഇത്ര രൂപ എനിക്ക് EMI ഉണ്ട്, അത് അത്രയും പ്ലാൻഡ് ആയിട്ട് നമ്മുടെ ഒരു സാലറി ഇത്ര എമൗണ്ട് മാത്രമേ EMI പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഓക്കെ. അങ്ങനെ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ EMI കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു സേവിങ്സ് ഇല്ലാത്തതിൻ്റെ, ഇത്രയും വരുമാനം ഉണ്ടായിട്ട് നിങ്ങൾക്കൊരു സേവിങ്സ് ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിലൊരു മാറ്റം വരുത്തിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം, NFOയുടെ കാര്യം താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ULIP പ്ലാൻ ആയതുകൊണ്ട് തന്നെ ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 3.2 lakh crores ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് സെക്ഷൻ 10(10)D, സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ഇതിൻ്റെ പുറത്ത് ലഭിക്കും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 31st ആണ്. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.